നമസ്കാരം. ചില താക്കീതുകൾ പൊതുവായി പറഞ്ഞാലും അത് ചിലരെ കൊള്ളിച്ചുള്ളതായിരിക്കും, അത് ചിലർക്ക് കൊള്ളുകയും ചെയ്യും. ആ കൊള്ളുന്നത് കൃത്യമായി അമ്മാതിരി തൊട്ടിപ്പണി കാണിച്ച ആൾക്കാരായിരിക്കും. ഇപ്പോൾ ഇത് പറയാൻ എന്താണ് കാരണമെന്ന് വെച്ചാൽ, KSRTC ജീവനക്കാരെ കയ്യേറ്റം ചെയ്യരുതെന്നും ബസ് വഴിയിൽ തടയരുതെന്നും ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. പരാതി ഉണ്ടെങ്കിൽ KSRTC മാനേജ്മെന്റിനെ അറിയിക്കാമെന്നും മന്ത്രി പറയുന്നു. KSRTCയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലെ വീഡിയോയിലൂടെയാണ് ഗണേഷ് കുമാറിന്റെ ഈ അഭ്യർത്ഥന എന്നതും ശ്രദ്ധേയമാണ്. ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു മോശം പെരുമാറ്റം ഉണ്ടായാൽ വാഹനത്തിന്റെ നമ്പർ ഉൾപ്പെടെയുള്ള വീഡിയോ ദൃശ്യങ്ങൾ അടക്കം CMDക്ക് പരാതി നൽകാം. ഉറപ്പായും നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി ഉറപ്പ് നൽകുന്നു. ജീവനക്കാർക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി നേരിട്ടാൽ അവർക്കും പരാതി നൽകാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയോ? സംഭവം മറ്റൊന്നുമല്ല, നമ്മുടെ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെയും ഭർത്താവ് സച്ചിൻ ദേവ് MLAയും കൊള്ളിച്ചു തന്നെയാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. ഓർത്തു നോക്കിയാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം KSRTC ഡ്രൈവർ യദുവും മേയർ ആര്യ രാജേന്ദ്രനും അവരുടെ ഭർത്താവും MLAയുമായ സച്ചിൻ ദേവുമായി ചേർന്നിട്ടുള്ള ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. അതായത് യദു അശ്ലീല ആംഗ്യം കാണിച്ചുവെന്നും മേയറുടെ വണ്ടി അതിനെ തടഞ്ഞു നിർത്തി ഈ ഡ്രൈവറോട് ശകാരിക്കുന്നതും അവര് പ്രശ്നത്തിലാവുന്നതും ഒക്കെ നമ്മൾ വീഡിയോ സഹിതം കണ്ടിട്ടുള്ളതാണ്. മാത്രമല്ല, സച്ചിൻ ദേവ് MLA ഈ വണ്ടിയിൽ കയറിയോ ഇല്ലയോ എന്നുള്ള തർക്കവും കൂടി നിലനിൽക്കുന്നുണ്ട്. AA റഹീം പറഞ്ഞത്, അദ്ദേഹം അതായത് സച്ചിൻ ദേവ് MLA നമ്മുടെ സ്വന്തം ആളാണ്, അദ്ദേഹം വാഹനത്തിൽ കയറിയത് വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിടൂ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. പക്ഷെ മേയറും സച്ചിൻ ദേവ് MLAയും പറയുന്നത് നമ്മൾ അങ്ങനെ ഒരു സംഭവമേ ചെയ്തിട്ടില്ല, തന്റെ ഭർത്താവ് ആ വണ്ടിയിൽ കയറിയിട്ടേ ഇല്ല എന്നുള്ളതാണ്. സച്ചിൻ ദേവും അത് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇതിന് ആ വാഹനത്തിലുണ്ടായവരെ എല്ലാം വിളിച്ച മൊഴിയെടുക്കുമ്പോൾ സച്ചിൻ ദേവ് MLA കയറി എന്നുള്ളത് തന്നെയാണ് അവരെല്ലാവരും പറഞ്ഞിരിക്കുന്ന മൊഴി എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വേണ്ടപ്പെട്ട സ്ഥാനത്ത് ഇരിക്കുന്ന ഔദ്യോഗിക പദവികളിൽ ഇരിക്കുന്നവരാണ് ഇവരെന്ന് ഓർക്കണം. ഇവരാണ് ഒരു KSRTC ബസ് ഡ്രൈവറെ പിന്തുടർന്ന് ചേസ് ചെയ്ത് പോയി പാളയം സിഗ്നലിൽ വെച്ചിട്ട് വണ്ടി വട്ടം സിനിമ സ്റ്റൈലിലൊക്കെ തടഞ്ഞിട്ട് ആ ഡ്രൈവർക്ക് നേരെ ക്ഷോഭിക്കുന്നതല്ല. ഡ്രൈവർ അന്ന് തുടങ്ങി പോലീസ് സ്റ്റേഷനും കേസും കൂട്ടവുമായി നടക്കുകയാണ്. അദ്ദേഹത്തിന്റെ ജോലി തന്നെ അവതാളത്തിലാണ്. പക്ഷേ ഇക്കാര്യത്തിൽ ഒന്നും തന്നെ ഗതാഗത വകുപ്പ് മന്ത്രിയായ ഗണേഷ് കുമാർ ഇടപെട്ടിട്ടില്ല എന്നുള്ളതും മറ്റൊരു ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ വസ്തുതാപരമായ ഒരു റിപ്പോർട്ട് കിട്ടട്ടെ, റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം താൻ പ്രതികരിക്കാം എന്നുള്ളതാണ്. പക്ഷെ ഇതുവരെ ഒരു റിപ്പോർട്ട് വന്നിട്ടില്ല. ഇപ്പോൾ യദു പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ തനിക്ക് ഭീഷണിയുണ്ട്, പലതരത്തിലുള്ള ഭീഷണികൾ വരുന്നുണ്ട്, തൻ്റെ ജോലി പോകുന്നു, തൻ്റെ കുടുംബം വഴിയാധാരമാകുന്നു, ഇനി തനിക്ക് മരിക്കുകയല്ല മറ്റു വഴികളൊന്നുമില്ല എന്നൊക്കെ യദു പറയുകയും ചെയ്യുന്നുണ്ട്. യദുവിന്റെ അമ്മ ഉൾപ്പെടെ വളരെ ക്ഷോഭത്തോടെ സംസാരിച്ചിരുന്നു. അവർ ക്ഷോഭിച്ചത് മറ്റൊന്നും കൊണ്ടല്ല, അവരുടെ വികാരവും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരുടെ മകനെയാണ് നിരന്തരമായി ഇവർ ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ വേട്ടയാടുന്നത്. അത് എന്തെങ്കിലും ഒരു വലിയ പ്രശ്നമാണ് നടന്നതെങ്കിൽ കുഴപ്പമില്ല, അത് അവിടെ വെച്ച് പറഞ്ഞ് അത് വിട്ടുകളയാവുന്ന ഒരു കേസായിരുന്നു. പക്ഷേ അത് ആര്യ രാജേന്ദ്രനും ഭർത്താവ് MLAയും അവരുടെ ഔദ്യോഗിക പദവി അതിലുണ്ടായിരുന്ന ഒരു ഈഗോ വർക്കൗട്ട് ചെയ്തതാണ് സത്യത്തിൽ ഈ പ്രശ്നം ഇത്രയേറെ രൂക്ഷമാവാൻ കാരണം. അത് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ സ്വാഭാവികമായും ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. താൻ MLA ആണ്, താൻ നഗരമാതാവാണ്. അപ്പോൾ തനിക്ക് നേരെ തനിക്ക് വണ്ടിക്ക് സൈഡ് തന്നില്ലെങ്കിൽ ഇവന് ഇങ്ങനെ ഇത്രയേറെ എന്നോട് ധിക്കാരം കാണിക്കാൻ എന്നുള്ള ഒരു പ്രവൃത്തി തന്നെയാണ് അവിടെ നടന്നിട്ടുള്ളത്. അല്ലെങ്കിൽ പിന്നെ എന്താണ് പുറകിലുള്ള ഒരു വണ്ടിയിൽ ഇരിക്കുന്ന പുറകിൽ വരുന്ന വണ്ടി അതിന്റെ ആ വാഹനത്തിന്റെ പുറകിലിരിക്കുന്നവർ യദു അശ്ലീല ആംഗ്യം കാണിക്കുന്നു. ഇതൊന്നും നമ്മൾക്ക് ഒന്ന് ആലോചിച്ചു നോക്കിയാൽ കണക്ട് ആവുന്ന കാര്യമൊന്നുമല്ല. അപ്പോൾ ഇത്തരത്തിൽ ഔദ്യോഗിക കൃത്യനിർവഹണം നടത്തുന്നവർക്കെതിരെ
ഇത്തരം ഒരു മുടക്ക് വരുത്തുന്നത് അല്ലെങ്കിൽ അവരുടെ കൃത്യനിർവഹണത്തിന് മുടക്ക് വരുത്തുന്ന കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെതിരെ താൻ പ്രവർത്തിക്കും, അതിനൊരു ഉചിതമായ നടപടി താൻ എടുക്കും. അതിൽ പാർട്ടിയും സഖാക്കളും ഒന്നും ഇടപെടേണ്ട എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെ ഗണേഷ് കുമാർ പറഞ്ഞു വെക്കുന്നത്. എന്ത് തന്നെയായാലും യദുവിനും മറ്റുള്ളവർക്കും ഒക്കെ ഒരു ആശ്വാസകരമായ നടപടിയാണ്. കാരണം ആർക്കും പരാതി നൽകാം. പരാതി യദു ആദ്യം നൽകിയിട്ട് പോലും അവസാനം പരാതി നൽകിയ മേയറുടെ പരാതിയാണ് ഇവർ സ്വീകരിക്കുന്നത്. യദുവിന്റെ പരാതി അവിടെ ആദ്യം മാറ്റിവെക്കുകയാണ്. സംഭവം വളരെ വിവാദമായി, കോടതി ഇടപെടുന്നു, പൊതുജനങ്ങൾ മൊത്തത്തിൽ ഇളകുന്നു. അത് തിരുവനന്തപുരം നഗരത്തിലുള്ളവർ മാത്രമൊന്നുമല്ല, അത് കേരളം മൊത്തം യദുവിനൊപ്പം നിൽക്കുന്നു എന്നത് കണ്ടതോടുകൂടി സർക്കാരിനും CPM-നും അവരുടെ പാർട്ടിക്കാർക്കും അണികൾക്കും എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് ഇത് കൈവിട്ടു പോവുകയാണ്, ഇത് ശരിയാവില്ല, ഇത് ഇവിടെ കൊണ്ട് നിർത്തണം എന്നുള്ളത്. ഇപ്പോൾ ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞിരിക്കുന്ന ഇക്കാര്യവും നേരെ വിരൽ ചൂണ്ടുന്നത് മറ്റാർക്കും നേരെയല്ല, മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് MLA-ക്കും നേരെ തന്നെയാണ്. സച്ചിൻ ദേവ് MLA മന്ത്രിയാകുമെന്നുള്ള ഒരു അഭ്യൂഹങ്ങളൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വരികയും ചെയ്തിരുന്നു. സച്ചിൻ ദേവിനും ആര്യയ്ക്കും പിണറായിയുടെ മകൾ വീണയുമായിട്ടും ഒക്കെ വളരെ അടുത്ത ബന്ധമുള്ളതാണ്. അപ്പോൾ അത് വെച്ച് തന്റെ ആ പദവിയുടെ ഒരു എന്താ പറയാ പൊങ്ങച്ചം കാണിക്കുന്ന നടപടിയാണ് ഉണ്ടായത്. അതിനെ പിന്താങ്ങുകയാണ് പാർട്ടിക്കാർ ചെയ്തത്. പക്ഷേ അതൊന്നും അണികൾക്ക് പോലും പലപ്പോഴും ദഹിച്ചിട്ടില്ല എന്നുള്ളത് ഇക്കഴിഞ്ഞ കാലയളവിൽ വന്ന വാർത്തകളൊക്കെ എടുത്തു നോക്കിയാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും എൻ്റെ വകുപ്പിലുള്ള ജീവനക്കാരുടെ സംരക്ഷണം താൻ ഏറ്റെടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഗണേഷ് കുമാർ ഈ പറഞ്ഞ വാക്കുകളിലൂടെ വ്യക്തമാകുന്നത്. അതായത് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവരെ പിന്തുടർന്ന് ഈ സിനിമ സ്റ്റൈൽ ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല. CMD-ക്ക് പരാതി നൽകാം, അന്വേഷണം നടത്തി കുറ്റക്കാരായവർക്ക് അവർക്കെതിരെ നടപടി ഉണ്ടാകും എന്നുള്ള ഉറപ്പ് തന്നെയാണ് ഗണേഷ് കുമാർ നൽകുന്നത്. നന്ദി.